ഏഷ്യ കപ്പിന് പിന്നാലെ അവസാനിക്കാതെ ഇന്ത്യ പാകിസ്ഥാൻ വിവാദങ്ങൾ. പഹൽഗാം ഇരകൾക്ക് മാച്ച് ഫീസ് സമർപ്പിച്ച് സൂര്യകുമാർ യാദവ് വീണ്ടും പാകിസ്ഥാന് മറുപടി നൽകി. സൂര്യകുമാർ മറ്റാരുടെ തീരുമാനമാണ് നടപ്പാക്കുന്നതെന്ന ആരോപണവുമായി പാക് നായകൻ സൽമാനും രംഗത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി മൊഹ്സിൻ നഖ്വി രംഗത്തെത്തി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കിലാഫ് അഹമ്മദ് ചെയ്യുന്നുണ്ട്. കിലാഫ്, ഏഷ്യ കപ്പിൽ ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടെങ്കിലും ഇപ്പോഴും വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ലല്ലേ? ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ പോരാട്ടം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും വിവാദങ്ങൾക്ക് ഒരു അറുതിയില്ലാതെ തന്നെ തുടരുകയാണ്. ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു പാക് നായകൻ സൽമാൻ അലിയാഗ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയത്. കൂടാതെ ഇന്ത്യൻ ടീം ഹസ്തദാനം നൽകാത്തത് ക്രിക്കറ്റിനെ തിരസ്കരിക്കുന്നത് തുല്യമാണെന്നും സൽമാൻ ആഗ കൂട്ടിച്ചേർത്തു. ടൂർണമെന്റിൽ ആദ്യം ഹസ്തദാനം നൽകിയ വ്യക്തി പിന്നീട് ലഭിച്ച ഒരു നിർദ്ദേശത്തിന്റെ തുടർന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കൃത്യമായി അത് പാലിക്കുന്നുണ്ടെന്നും സൂര്യകുമാറിനെ കുറിച്ച് സൽമാൻ ആഗ ആരോപിച്ചു. കൂടാതെ ഈ ഒരു ടൂർണമെന്റിന്റെ തുടക്കത്തിൽ മൊഹ്സിൻ നഖ്വിക്കും സൂര്യകുമാർ യാദവ് ഹസ്തദാനം നൽകിയിരുന്നു. ഇതിനെതിരെ വലിയൊരു വിമർശനമാണ് സമൂഹ മാധ്യമത്തിൽ അടക്കം നേരിട്ടത്. ഈ ഒരു ടൂർണമെന്റിൽ നടന്നതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണെന്നും ഈ വിവാദങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതായി പ്രതീക്ഷിക്കുന്നതായും സൽമാൻ ആഗ കൂട്ടിച്ചേർത്തു. അതേസമയം സൂര്യകുമാർ യാദവിനെതിരെയുള്ള ആരോപണത്തിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിയായിരുന്നു ഇന്ത്യൻ നായകൻ കൊടുത്തത്. കാരണം പഹൽഗാം ഇരകളുടെ കുടുംബത്തിനും അതേപോലെ തന്നെ ഇന്ത്യൻ സേനകൾക്കും ടൂർണമെന്റിന്റെ മാച്ച് ഫീയുടെ മുഴുവൻ തുകയും കൈമാറുമെന്ന് സൂര്യകുമാർ യാദവ് പ്രഖ്യാപിച്ചു. എന്നാൽ അതേസമയം നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സൽമാൻ ആഗയും ഇതിന് ഒരു മറുപടിയായി രംഗത്ത് വന്നു. ഓപ്പറേഷൻ സിന്ദൂറിലെ ഇരകൾക്ക് തൻ്റെ മാച്ച് ഫീയുടെ ടൂർണമെന്റിലുടനീളം മാച്ച് ഫീയുടെ മുഴുവൻ തുകയും കൈമാറുമെന്ന് സൽമാൻ ആഗയും ഈ ഒരു രംഗത്തൊക്കെ വിവാദങ്ങൾ കെട്ടടങ്ങാത്ത രീതിയിൽ തന്നെ കൊണ്ടുപോവുകയാണ്. കൂടാതെ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസം ഇന്ത്യ ജേതാക്കളായപ്പോൾ ഈ ഒരു കിരീടം നൽകാൻ എത്തിയത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ അധ്യക്ഷനും അതേപോലെ തന്നെ ACCയുടെ അധ്യക്ഷനും പാക് ആഭ്യന്തരമന്ത്രിയുമായ മൊഹ്സിൻ നഖ്വിയാണ്. ഇത് നേരത്തെ തന്നെ ഇന്ത്യ മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് കിരീടം കൈപ്പറ്റില്ല എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ ഇതിൽ ഒരു നാടകീയ രംഗങ്ങൾ തന്നെയാണ് കണ്ടത്. മൊഹ്സിൻ നഖ്വി ആ ട്രോഫിയുമായി തന്നെ മൈതാനത്തിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. ഇതിന് പിന്നാലെ വലിയൊരു വിമർശനങ്ങൾ തന്നെയാണ് മൊഹ്സിൻ നഖ്വി നേരിട്ടത്. എന്നിരുന്നാലും ഇതിന് പിന്നാലെ നമ്മൾ എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ ഉപമിച്ചായിരുന്നു നരേന്ദ്രമോദിയുടെ പോസ്റ്റ്. ഇതിന് പിന്നാലെ ഇന്ന് മൊഹ്സിൻ നഖ്വിയുടെ ഒരു പോസ്റ്റ് വന്നത്, യുദ്ധങ്ങളെ കളിക്കളത്തിൽ കായിക രംഗത്തേക്ക് വലിച്ചേക്കരുത്, അത് ക്രിക്കറ്റിനോ കായിക ലോകത്തേക്കോ ഒരു തരത്തിലും ഗുണം ചെയ്യില്ലെന്നായിരുന്നു മൊഹ്സിൻ നഖ്വിയുടെ പ്രതികരണം. എന്നിരുന്നാലും ഈ ഒരു വിമർശനങ്ങൾ ഇല്ലെങ്കിൽ ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. സൂര്യകുമാർ യാദവിനെതിരെ ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. അതേസമയം നമ്മൾ എടുത്തു പറയേണ്ടത്, സാമൂഹിക മാധ്യമങ്ങളിൽ വലിയൊരു ചർച്ചയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയില്ല എന്നതും. ഇതൊക്കെ ഒരു രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ ചുവട് വെച്ചിരിക്കുന്നത്.